അധ്യായം 16. ദാവീദ് മലമുകൾ കടന്ന് കുറെ അപ്പുറം ചെന്നപ്പോൾ മെഫീബോശത്തിന്റെ ഭൃത്യനായ സീബ കോപ്പിട്ട 2 കഴുതയുമായി എതിരെ വരുന്നത് കണ്ടു. അവയുടെ പുറത്ത് 200 അപ്പവും 100 ഉണക്കമുന്തിരിക്കുലയും 100 അത്തിയടയും 1 തുരുത്തി വീഞ്ഞും കയറ്റിയിരുന്നു. രാജാവ് സീബയോട് ഇത് എന്തിനെന്ന് ചോദിച്ചു. അതിന് സീബ, കഴുതകൾ രാജാവിന്റെ കുടുംബക്കാർക്ക് കയറുവാനും അപ്പവും പഴവും ബാല്യക്കാർക്ക് തിന്മാനും വീഞ്ഞ മരുഭൂമിയിൽ ക്ഷീണിച്ചവർക്ക് കുടിപ്പാനും തന്നെ എന്ന് പറഞ്ഞു. നിന്റെ യജമാനന്റെ മകൻ എവിടെയെന്ന് രാജാവ് ചോദിച്ചതിന് സീബ രാജാവിനോട്, അവൻ യെരൂശലേമിൽ പാർക്കുന്നു. ഇസ്രായേൽ ഗൃഹം എന്റെ അപ്പന്റെ രാജ്യത്വം ഇന്ന് എനിക്ക് തിരികെ തരുമെന്ന് അവൻ പറയുന്നു എന്ന് പറഞ്ഞു. രാജാവ് സീബയോട്, ഇതാ മെഫീബോശത്തിനുള്ളതൊക്കെയും നിനക്കുള്ളതാകുന്നു എന്ന് പറഞ്ഞു. അതിന് സീബ, യജമാനായ രാജാവേ, ഞാൻ നമസ്കരിക്കുന്നു. തിരുമുമ്പിൽ എനിക്ക് ദയ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ബാഹൂരീമിലെത്തിയപ്പോൾ ശൗലിന്റെ കുലത്തിൽ ഗേരയുടെ മകൻ ശിമെയി എന്നു പേരുള്ള ഒരുത്തൻ അവിടെ നിന്ന് പുറപ്പെട്ട് ശപിച്ചും കൊണ്ട് വരുന്നത് കണ്ടു. അവൻ ദാവീദിനെയും രാജ്യഭൃത്യന്മാരെയൊക്കെയും കല്ലുവാരി എറിഞ്ഞു. ജനവും വീരന്മാരുമെല്ലാം ഇടത്തും വലതുമായി നടക്കുകയായിരുന്നു. ശിമെയി ശപിച്ചും കൊണ്ട് ഇവണ്ണം പറഞ്ഞു, രക്തപാതക, നീജ, പോ. ശൗൽ ഗ്രഹത്തിന്റെ രക്തം യഹോവ നിന്റെ മേൽ വരുത്തിയിരിക്കുന്നു. അവന് പകരമല്ലോ നീ രാജാവായത്. യഹോവ രാജത്വം നിന്റെ മകനായ അബ്ശാലോമിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ രക്തപാതകനായിരിക്കാൽ ഇപ്പോൾ ഇതാ നിന്റെ ദോഷത്തിന്റെ ഫലം നിനക്ക് വന്നു ഭവിച്ചിരിക്കുന്നു. അപ്പോൾ സെരൂയയുടെ മകനായ അബീശായി രാജാവിനോട്, ഈ ചത്ത നായന്റെ യജമാനായ രാജാവിനെ ശപിക്കുന്നത് എന്ത്? ഞാൻ ചെന്ന് അവന്റെ തല വെട്ടിക്കളയട്ടെ എന്ന് പറഞ്ഞു. അവൻ രാജാവ്, സെരൂയുടെ പുത്രന്മാരെ എനിക്കും നിങ്ങൾക്കും തമ്മിൽ എന്ത്? അവൻ ശപിക്കട്ടെ. ദാവീദിനെ ശപിക്കുക എന്ന് യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പിന്നെ നീ ഇങ്ങനെ ചെയ്യുന്നത് എന്ത് എന്ന് ആര് ചോദിക്കുമെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബീശായിയോടും തന്റെ സകല ഭൃത്യന്മാരോടും പറഞ്ഞത്, എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട മകൻ എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നുവെങ്കിൽ ഈ ബെന്യാമീനും ചെയ്യുന്നത് ആശ്ചര്യമോ? അവനെ വിടുവീൻ, അവൻ ശപിക്കട്ടെ. യഹോവ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. പക്ഷേ യഹോവ എന്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവന്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും. ഇങ്ങനെ ദാവീദും അവന്റെ ആളുകളും വഴി നടന്നു പോകുമ്പോൾ ശിമെയും മലഞ്ചെരുവിൽ കൂടി അടുത്ത് നടന്നുകൊണ്ട് ശപിക്കുകയും കല്ലും പൂഴിയും വാരി അവനെ എറിയുകയും ചെയ്തു. രാജാവും കൂടെയുള്ള സകല ജനവും ക്ഷീണിച്ചവരായി എത്തി അവിടെ ആശ്വസിച്ചു. എന്നാൽ അബ്ശാലോമും ഇസ്രായേല്യരായ ജനമൊക്കെയും അഹീത്തോഫലുമായി യെരൂശലേമിലെത്തി. ദാവീദിന്റെ സ്നേഹിതൻ അർഖ്യനായ ഹൂശായി അബ്ശാലോമിന്റെ അടുക്കൽ വന്നിട്ട് അബ്ശാലോമിനോട്, രാജാവേ, ജയ എന്ന് പറഞ്ഞു. അപ്പോൾ അബ്ശാലോം ഹൂശായിയോട്, ഇതാകുന്നുവോ നിന്റെ സ്നേഹിതനോട് നിനക്കുള്ള സ്നേഹം? സ്നേഹിതനോടുകൂടെ പോകാതിരുന്നത് എന്തെന്ന് ചോദിച്ചു. അതിന് ഹൂശായി അബ്ശാലോമിനോട്, അങ്ങനെയല്ല, യഹോവയും ഈ ജനവും ഇസ്രായേലിലൊക്കെയും ആരെ തിരഞ്ഞെടുക്കുന്നുവോ അവനുള്ളവനാകുന്നു ഞാൻ. അവന്റെ പക്ഷത്തിൽ ഞാൻ ഇരിക്കും. ഞാൻ ആരെയാകുന്നു സേവിക്കേണ്ടത്? അവന്റെ മകനെയല്ലേ? ഞാൻ നിന്റെ അപ്പനെ സേവിച്ചതുപോലെ നിന്നെയും സേവിക്കുമെന്ന് പറഞ്ഞു. അനന്തരം അബ്ശാലോം അഹീത്തോഫലിനോട്, നാം ചെയ്യേണ്ടത് എന്തെന്ന് നിങ്ങൾ ആലോചിച്ച് പറവീനെന്ന് പറഞ്ഞു. അഹീത്തോഫൽ അബ്ശാലോമിനോട്, രാജധാനി സൂക്ഷിപ്പാൻ നിന്റെ അപ്പൻ പാർപ്പിച്ചിട്ടുള്ള അവന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ നീ ചെല്ലുക. എന്നാൽ നീ നിന്റെ അപ്പന് നിന്നെ തന്നെ വെറുപ്പാക്കിയെന്ന് എല്ലാ ഇസ്രായേലും കേൾക്കും. നിന്നോട് കൂടെയുള്ളവരൊക്കെയും ധൈര്യപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അബ്ശാലോമിന് വെൺമാടത്തിന്മേൽ ഒരു കൂടാരമടിച്ചു. അവിടെ അബ്ശാലോം എല്ലാ ഇസ്രായേലും കാണുക തന്റെ അപ്പന്റെ വെപ്പാട്ടികളുടെ അടുക്കൽ ചെന്നു. അക്കാലത്ത് അഹീത്തോഫൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെയായിരുന്നു. ദാവീദും അബ്ശാലോമിനും അഹീത്തോഫലിന്റെ ആലോചനയെല്ലാം അങ്ങനെ തന്നെയായിരുന്നു.